ഹലോ ഗൈസ്, ഇന്ന് ലെത്തലോജിക്കയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ബിയർ ഫാക്ടറിയും റെസ്റ്റോറൻറ്റുമായിട്ടുള്ള മെക്സിക്കോയിലെ ഹെർക്കുലീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ ഈ പ്ലേസ് ടാർഗറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്യാനുള്ള യഥാർത്ഥ റീസൺ 19th സെഞ്ച്വറി മുതൽ ഇവിടെ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്ന് ഇവിടെയുള്ള ലോക്കൽസ് പറഞ്ഞത് കേട്ടതിന് ശേഷമാണ്. അതിനുശേഷം പതിയെ ഇവർ ഈ പ്ലേസിന് ഹെർക്കുലീസ് എന്ന പേര് കൊടുക്കുകയായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫീൽ ഗുഡ് വൈബ്സ് കിട്ടുന്നതിനായി നല്ല മനോഹരമായ രീതിയിൽ ഇവർ ഒരുപാട് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അൺയൂസ് ആയിട്ടുള്ള ഒരുപാട് ബിയർ സ്റ്റോറേജ് ഡ്രംസ് ഇവർ ആളുകളെ ആകർഷിക്കുന്നതിനായി അടക്കി വെച്ചതും കാണാം. മാത്രമല്ല അതിന് തൊട്ട് പുറകിലായി ഷോപ്പ് സിമ്പിളായ ഹെർക്കുലീസിൻ്റെ ഒരു എംബ്ലവും കൊടുത്തിട്ടുണ്ട്. ആരു കണ്ടാലും ഒന്ന് ഫോട്ടോ എടുത്തു പോകുന്ന രീതിയിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത് പോലെ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഈ ഹെർക്കുലീസിന്റെ സിമ്പിൾ. നമ്മളും ഒരുപാട് ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തിരുന്നു. 19th സെഞ്ച്വറി മുതൽ ആരംഭിച്ച ഒരു ഫാക്ടറിയുടെ ഫീൽ ലഭിക്കുന്നതിനായി വാൾസ് എല്ലാം ഇവർ പഴയതുപോലെ തന്നെയാണ് നിലനിർത്തി പോയിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് നല്ല ഡ്രോയിങ്സ് ആൻഡ് ആന്റിക് ഐറ്റംസും പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഇവിടെയുള്ള ആർട്ട് വർക്ക്സ് എല്ലാം എൻജോയ് ചെയ്ത് ഒരുപാട് പിക്സ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഷോപ്പിന്റെ അകത്തേക്ക് പോയി. അവിടെയായിരുന്നു ഫുഡും ബാക്കിയുള്ള സംഭവങ്ങളും സെറ്റപ്പ് ചെയ്തിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനായി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സർവിംഗ് ഉണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ആളുകൾ ഔട്ട്ഡോർ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡോർ സർവിംഗ് പ്ലേസിൽ ആരെയും നമ്മൾ കണ്ടിരുന്നില്ല. ജസ്റ്റ് ഒരുപാട് കുട്ടികൾ അവരുടെ പ്ലേയിങ് ഏരിയയിൽ ഇരുന്ന് ഫൂട്ബോൾ ആൻഡ് ടേബിൾ ടെന്നീസ് കളിക്കുന്നതാണ് കണ്ടത്. പ്രായഭേദം മറന്ന് നമ്മളും അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്നു. മെക്സിക്കോയിലെ മറ്റ് ഹോട്ടലുകൾ വിസിറ്റ് ചെയ്ത സമയത്ത് ഈ ഗെയിംസുകളെല്ലാം കോയിൻസ് ഇട്ടതിന് ശേഷം മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഇവർ ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് ഈ സർവീസ് കൊടുക്കുന്നത്. ഗെയിംസ് എല്ലാം എൻജോയ് ചെയ്തതിനു ശേഷം നമ്മൾ എല്ലാവരും പതിയെ ഡൈനിങ്ങിലേക്ക് നടന്നു. ഓപ്പൺ സ്പേസ് പ്രിഫർ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം ആ ഒരു ഓർഗാനിക് ടച്ച് എൻജോയ് ചെയ്യാൻ തന്നെയായിരുന്നു. ഹെർക്കുലീസ് കസ്റ്റമർ സർവീസിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിരുന്നില്ല. നമ്മൾ ഇന്ത്യൻസ് ആണ്, സ്പാനിഷ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ട്രാൻസ്ലേറ്ററെ വിളിച്ചു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. It's an IPA. It has orange notes and it's a bitter and it's very aromatic. ഇവരുടെ മെനുവിലുള്ള മോസ്റ്റ് ഓഫ് ദ തിങ്സ് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. ഓരോ സീസൺ അനുസരിച്ച് ഇവർ ഉണ്ടാക്കുന്ന ബിയർ പോലെയാണ് ഐറ്റംസ് അവൈലബിൾ ആകുന്നത്. ഇവരുടെ പല ബിയേഴ്സും വർഷങ്ങളെടുത്തതിനു ശേഷമാണ് ആളുകളുടെ സർവിംഗ് ടേബിളിൽ എത്തുന്നത്. ബിയർ ഉണ്ടാക്കുന്ന മെഷീൻ നമുക്കിവിടെ കാണാൻ പറ്റും. ബട്ട് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ നമുക്കില്ല. സിൻസ് മെഷീൻ എല്ലാം ഉള്ളത് കൊണ്ട് സേഫ്റ്റി കൊണ്ടുമാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ മറ്റൊരു കണ്ടന്റുമായി വരുന്നത് വരെ ദിസ് ഈസ് ഫോർ ലെത്തലോജിക്ക. വി ആർ സൈനിങ് ഓഫ്.